ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു കാത്തു മംസ്. ഇന്ന് ഞാനൊരു ടേസ്റ്റി ഈസി ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ബീഫ് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തേങ്ങാ കൊത്തും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ പൊടികളുടെയൊക്കെ ഈ പച്ചപ്പ് മാറുന്നത് വരെ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുമുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി മൂത്ത് പോകരുത്, ഒരു മീഡിയം ത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് മൈ ചാനൽ. താങ്ക് യു.